നമ്മളിപ്പോൾ നച്ചറ പിടിക്കാനുള്ള പ്ലാനാണ്. അതുകൊണ്ട് കൊഴിയാളെ മീൻ മേടിച്ച് നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ നല്ല മൂർച്ചയുള്ള കത്തി ഉണ്ടെങ്കിൽ ഇത്ര നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പഴമായി പോകും മീന്. നമ്മൾ ചൂണ്ടയിൽ കോർക്കുമ്പോൾ തന്നെ ഇളകി പറഞ്ഞു പോകും. അച്ചറിൻ്റെ വാ കുഞ്ഞായതുകൊണ്ട് നമ്മൾ ഒരു ബൈറ്റിനെ തന്നെ രണ്ടാക്കി എടുക്കണം. ഈ സുഷി വിഭവങ്ങൾ ഉണ്ടാക്കുന്ന പോലെ നമ്മൾ അവർക്ക് ഓരോ വിഭവം ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണം. എങ്കിലേ അവർ കയറി വരുള്ളൂ. നോക്കാം വരൂലേ എന്നൊക്കെ കണ്ടറിയാം. ഇപ്പം നമ്മൾ ആദ്യമേ വെയിറ്റ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്. നച്ചിറയ്ക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഈയക്കട്ട, അതിന് മേലെയായിട്ട് 35 mm ലൈനാണേ. ആ ലൈനിൽ ഇതാ 17 ഒരു ചൂണ്ട, ഒരടി മാറ്റി വീണ്ടും ഒരു ചൂണ്ട, അങ്ങനെ 2 ചൂണ്ട നമ്മുടെ മെയിൻ ലൈനിലോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചൂണ്ടയിലോട്ട് വെയിറ്റ് പോകണം. 2-3 തവണ പുറത്ത് വെക്കുന്നത്. അല്ലെങ്കിൽ ഇവന്മാർ കള്ളന്മാരാണ്, ഒറ്റ അടിയിൽ അടിച്ചുകൊണ്ട് പോയിക്കളായി. നമ്മൾ അവന്മാർക്കാലും ബുദ്ധി കാണിച്ചില്ലെങ്കിൽ നമ്മൾ അവന്മാർ പറ്റി. ഓക്കെ, നമ്മൾ കാസ്റ്റ് ചെയ്തു. സംഭവം ഇതുപോലെ ഇരിക്കും, കണ്ട. എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു മാമ നിന്ന് ചെറിയ പാര പിടിച്ച് കയറ്റുന്നുണ്ട് സബിക്ക് യൂസ് ചെയ്തിട്ട്. പുള്ളിക്കാരൻ കുറേ നേരമായിട്ട് പിടിക്കുന്നുണ്ട്. പാരയുടെ സീസണാണ്. ഡെയിലി പാരയുടെ വീഡിയോ ഇട്ടിട്ട് എനിക്ക് തന്നെ ബോറടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒന്ന് നച്ചറ പിടിക്കാൻ വിചാരിച്ചത്. പിന്നെ ഒരു വെറൈറ്റി മീനും കൂടെ ആയിക്കോട്ടെ വിചാരിച്ചു. എന്തായാലും നമ്മുടെ ചൂണ്ടയിൽ എന്തോ തട്ടിയിട്ടുണ്ട്. പോരാത്തതിന് അടുത്ത് കല്ലിൻ്റെ ഇടയിലും കൊണ്ട് ഉടക്കിയിരിക്കുകയാണ്. നമുക്ക് തട്ടി ഇളക്കാൻ നോക്കുന്നുണ്ട് ഞാൻ. ഇളകിയിട്ടുണ്ട്. നമുക്ക് നച്ചറയാണ് കയറിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യത്തെ മീൻ ലാൻഡ് ആവാൻ പോവുകയാണ്. വലിയ സൈസൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കൊള്ളാമെന്നുള്ളൊരു സൈസ് നച്ചറയാണ് കയറിയിട്ടുള്ളത് കേട്ടോ. ഇതാ കണ്ട. അപ്പോൾ നമ്മൾ ആദ്യത്തെ നച്ചറ കയറിയിട്ടുണ്ട്. പോരാത്തതിന് ഏതോ ആരുടെ ഉടുപ്പിൻ്റെ സിബൊക്കെ കൊണ്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. പക്ഷെ നമ്മൾ ഇവനെ ഹൂക്ക് റിമൂവ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ചെടുത്തില്ലെങ്കിലും നല്ല കിടിലം പണി കിട്ടും. മുള്ളു കൊണ്ടാൽ ആളിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും കേട്ടോ. ഇതാണ് നച്ചറ. വീണ്ടും നമ്മൾ കോർക്കുന്നു, എറിയുന്നു. നമ്മൾ ഈ തീറ്റ കോർക്കുമ്പോൾ ഒരു തവണ കോർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇളകിപ്പോകും. അതുകൊണ്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് 2 തവണയായിട്ട് കോർത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇളകി പോകത്തില്ല. അല്ലെങ്കിൽ നമുക്ക് കാസ്റ്റ് ചെയ്ത് വെള്ളത്തിൽ പോയി വീഴുമ്പോൾ തന്നെ ഒറ്റ കടിയിൽ അത് എടുത്തുകൊണ്ട് പോയി കളയും. ഇതാകുമ്പോൾ കുറച്ച് നേരം കൊത്തി നിന്നിട്ടാണ് അത് ഹുക്കാവുന്നത്. അതുകൊണ്ട് 1-2 തവണ ട്വിസ്റ്റ് ചെയ്ത് കോർത്ത് കഴിഞ്ഞാൽ ബെയ്റ്റ് ലാസ്റ്റ് ചെയ്യും. നമ്മുടെ നാട്ടിൽ ഇവിടെ നച്ചറയെന്നാണ് അറിയപ്പെടുന്നത്. വടക്കോട്ടും തെക്കോട്ടൊക്കെ കച്ചായി നൈൻ സാധനത്തിന് പറയുന്നത് കേട്ടോ. ഇതിന് മുള്ളു കൊണ്ടു കഴിഞ്ഞാൽ കൊള്ളുന്നതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നു ഒരു അറിവുണ്ട്. വീണ്ടും എറിഞ്ഞിടുകയാണ്. എടുത്തിട്ടുണ്ട്, എടുത്തിട്ട് വിട്ടു. ഉണ്ട് മീനുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത നച്ചറ അടിച്ചിട്ടുണ്ട്. അത് പാറയിലൊന്ന് ഉടക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ തിരയോടെ നമ്മളിങ്ങ് തൂക്കി കയറ്റാൻ നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ ആദ്യം പിടിച്ചതിനേക്കാളും നല്ല സൈസുള്ളൊരു നച്ചറയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത്. ഇതിനേക്കാളും സൈസുള്ളത് ഞാൻ മുന്നേ ഈ സൈറ്റിൽ തന്നെ ഞാൻ പിടിച്ചിട്ടുണ്ട്. അത് 1 കിലോ 150 ഗ്രാമിന് മേലെ ഉണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഫോട്ടോ ഇതിൽ കൊടുത്തേക്കാം. അത് നമ്മൾ മുഴുവനെ പൊരിച്ചെടുത്ത് വയ്ക്കുമ്പോൾ ഒരു പാത്രം നിറച്ചുണ്ടായിരുന്നു ആ മീൻ. നല്ല സൈസുള്ള മീനായിരുന്നു.
നമ്മുടെ കൂടെ മീൻ പിടിച്ചുകൊണ്ടിരുന്ന ഒരു പുള്ളിക്കാരൻ മതിയാക്കി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പാരയാണ് പിടിച്ചത്. അപ്പോൾ ഞാൻ വന്ന സമയത്ത് ആദ്യം 2-3 പാര പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ഫ്രിഡ്ജ് നിറയെ പാര ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ആ പാര പുള്ളിക്കാരൻ അങ്ങ് കൊടുക്കുകയാണ്. എന്തായാലും നമ്മൾ വീണ്ടും കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇട്ട ഉടനെ തന്നെ നമുക്ക് അടുത്തൊരു സ്ട്രൈക്ക് വീണ്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം നേരം ഈവനിങ് ആയി, കളർ മങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇതിത്തിരി ബഹളമൊക്കെ വെച്ച് ഫൈറ്റ് കാണിച്ചാണ് കയറി വരുന്നത് കേട്ടോ. നല്ല രസമാണ് അച്ചറെ പിടിക്കാനായിട്ട്. എനിക്ക് സൈസുള്ള മീനായതുകൊണ്ട് വെള്ളത്തിൻ്റെ മീതെ കൂടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പാസ് ചെയ്ത് പോകുമ്പോൾ നല്ല ഫൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പിടിക്കുമ്പോൾ. ലൈറ്റ് വെയിറ്റ് സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത് റോഡ്, അതുകൊണ്ട് തന്നെ നല്ല രസമാണ് ഈ മീനിനെ പിടിച്ച് ലാൻഡ് ചെയ്യിപ്പിക്കാനായിട്ട്. നൈസ് കങ്കൂസാണ്, 30 mm 35 mm നൂലാണ് ഇട്ടേക്കുന്നത്. അപ്പം പൊട്ടിപ്പോകാതെ കയറ്റുമ്പോൾ നല്ല രസമാണത്. ആദ്യം കിട്ടിയ 2 സൈസ് ഉണ്ട് ഇതിന്. നേരെ നല്ല സന്ധ്യയായി വരുന്നുണ്ട്. എന്തായാലും ഒരു ഏകദേശം 7 മണി വരെയൊക്കെ തന്നെ ഇത് കൊത്തത്തുള്ളൂ. ഫിഷ് ഓൺ വീണ്ടും മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അച്ചറ തീറ്റിയെടുത്ത് ഹുക്കായി കഴിഞ്ഞാൽ ഉടനെ ഒരൊറ്റ ഓട്ടാണ്. വെള്ളത്തിൻ്റെ മേലേക്കാണ് ഓടുന്നത്, വെള്ളത്തിൻ്റെ താഴോട്ട് ഓടത്തില്ല. പൊങ്ങി ഓടി പാറയുടെ സൈഡിലോട്ട് പോയി വരച്ച് പൊട്ടിക്കാനായി അത് നോക്കുന്നത്. നല്ല രസമാണ് കേട്ടോ ഇതിനെ പിടിച്ച് കയറ്റാനായിട്ട്. അടിപൊളി. എല്ലാത്തിനേക്കാളും നല്ലൊരു സൈസുള്ള അച്ചറയാണ് നമുക്ക് വീണ്ടും കിട്ടിയിട്ടുള്ളത് കേട്ടോ. എന്തായാലും ഒന്നും നഷ്ടമില്ല. നമുക്ക് കിട്ടിയത് എല്ലാം ഏകദേശം നല്ല സൈസുള്ള മീനാണ്. എന്തായാലും നഷ്ടം വന്നിട്ടില്ല. ഈ നച്ചറ മീനിൻ്റെ മുള്ള് കയ്യിൽ കൊണ്ടു കഴിഞ്ഞാൽ ആളിന് തല കറങ്ങാൻ ചാൻസ് ഉണ്ട്. നല്ല തരിപ്പായിരിക്കും, കൈയെല്ലാം നല്ല തരിപ്പും. ആ കൈ ഭാഗം നമുക്ക് തന്നെ അനക്കാൻ പറ്റത്തില്ല. എവിടെയാണോ കുത്തുകൊള്ളുന്ന ആ ഭാഗം ഭയങ്കര തരിപ്പായിരിക്കും. എനിക്ക് ഒരു തവണ കിട്ടിയിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഭയങ്കര തരിപ്പായിരിക്കും നമുക്ക്, പിന്നെ കുറച്ച് നേരത്തെ കൈ അനങ്ങത്തില്ല. അപ്പോൾ അതിന് സാധാരണ ഇവിടെ ഉള്ളവരൊക്കെ ചെയ്യുന്നത് നാരങ്ങ നീര് പിരിഞ്ഞ് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ചേട്ടന് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ തലകറങ്ങി വീണിട്ട് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടാണ് പുള്ളിക്കാരൻ്റെ പെയിനും മാറിയത്, ക്ലിയർ ആയത്. അതുകൊണ്ട് ഈ നച്ചറ പിടിക്കാനും കൂരി പിടിക്കാനൊക്കെ പോകുന്നവർ വളരെ സേഫായിട്ട് മീനിനെ കൈ കൊണ്ട് പിടിക്കാവൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ പരിപാടി അവസാനിപ്പിച്ച് പോവുകയാണ്. നമുക്ക് പോയിട്ട് ക്ലീൻ ചെയ്ത് ഇത് മസാലയൊക്കെ പുരട്ടി ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് പിടിച്ച് കയറ്റിയിട്ടുള്ള നച്ചറ ഇവന്മാരാണ്. ആദ്യം കിട്ടിയതാണ് കുഞ്ഞ്, പിന്നെ കിട്ടിയ 3 അത്യാവശ്യം സൈസുള്ളതാണ്. എന്തായാലും ഈ കാണുന്നത് പോലെ അല്ല, കുറച്ച് നല്ല വലിപ്പമുള്ളതാണ് കേട്ടോ. നമ്മൾ ക്യാമറയിൽ കാണുമ്പോൾ ഇച്ചിരി വലിപ്പം കുറവുപോലെ തോന്നുകയാണെങ്കിലും എൻ്റെ ഒരു കൈപ്പത്തിയേക്കാളും നല്ല സൈസുള്ള മീനുകളാണ്. എന്തായാലും നമ്മൾ അവന്മാരെ ഉടുപ്പൊക്കെ ഒരു നല്ല ക്ലിയർ ആയിട്ട് ക്ലീൻ ചെയ്ത് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയൊക്കെ പുരട്ടിയെടുക്കാം. എന്തായാലും അവന്മാരെ നമ്മൾ മസാലയൊക്കെ തേച്ച് കുട്ടപ്പന്മാരാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ചേർത്തിട്ടുള്ളത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ഒരു ഇച്ചിരി വെളുത്തുള്ളി, പിന്നെ കുറച്ച് നാരങ്ങ നീര്. എന്നിട്ട് ഇതാ ഇതുപോലെ ഫ്രൈ ചെയ്ത് നല്ല ചൂടോടെ ദോശയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ ഇങ്ങനെ കഴിക്കാം. നല്ല ഫ്രഷ് മീൻ നമ്മൾ തന്നെ പിടിച്ച് നമ്മൾ തന്നെ ക്ലീൻ ചെയ്ത് നമ്മൾ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു സന്തോഷം അതൊന്നും വേറെയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എന്നാൽ ശരി, ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.